അവോടെ സ്തുതി പാടിടുന്നേ ദേവസന്ന അമോടെ സ്തുതി പാടിടുന്നേ ദിനം തോറും നടത്തുന്ന പൊന്നേ
സദയനിഹേഴുന്നള്ളുകലി പ്രിയ കാന്തയെ പ്രത്യേകം ഒന്നിരണ്ടിരിക്കേണ്ട എന്നുള്ള കാര്യം സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് നൽകുന്നത്. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായവരോട് കരുണ ചെയ്യുന്ന പരിശുദ്ധ രാജാവേ നിനക്ക് സ്തുതി. വാഴ്ത്തുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിറഞ്ഞതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക വർത്തമാനമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായവരുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നിവാദനവും ഉണ്ടാകുവാൻ തോന്നണം. അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖം പ്രമാണിക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ നാമത്തിന്റെ പ്രീതിപ്പെട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാകും ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിസ്തോത്രം ചെയ്യുന്നതാകണമേ. എന്റെ പാപങ്ങളെ വെളിപ്പാക്കിടമേ. എന്റെ നാളുകൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. എന്നാൽ നീതി ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നീ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങളെ തളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞ
ദൈവമേ വിടുപെടുന്നവരെ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുന്നിനെ തള്ളുന്നവരെ നിന്റെ വിശുദ്ധാത്മാവിനെ നൽകിയവരെ ഇന്ന് രക്ഷയുടേതുമായ ദൈവമേ, രക്തത്തിൽ നീ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിനെ നീയെ സ്തുതിക്കും. കർത്താവേ, എന്റെ നിലവിളി എനിക്ക് തുറക്കണമേ. എന്റെ വായുടെ സ്തുതികൾ പാടും. ഇഷ്ടപ്പെട്ടില്ല, ഹോമൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്ന്നുള്ള ആത്മാവാകുന്നു. ദൈവം ദുർഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ചിത്താനുസരണയോട് നന്മ ചെയ്യണമേ. ഊർജ്ജത്തിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീ ഹോമബലിയെ നീ ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടുത്തന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. വാഴ്ത്തുമോ ആകാശത്തെയും ഭൂമിയും വേദത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഐക്യത്തിൽ ഉണ്ടാവുകയും ചെയ്യണമേ. Bye.
അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയപുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീയന്മാരെയും സർവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ സർവമോദരവാഴ്വിന്റെ സമയത്തും സർവപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉപരോന്യമോ സ്തുതായ മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകൾ സമ്പന്നനും ജന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ പഠിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിശ്ചിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളാവാസ്ത്രയോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവുരാതിരിക്കുമാറാ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങളതിന് മോചനമായ വെളിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ അഗ്നിയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയതായ നന്മരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീഹന്മാർ മൂലകർമ്മമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദ മോതിരങ്ങൾ കൂടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചത് നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി നിങ്ങൾ ആശീർവദിക്കുന്നതായി മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പന്നരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളും ക്ലേശതകളും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഏറെമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്നോടാകുന്നതിന്റെയും നിന്റെ ദാനയും പരിശുദ്ധ റൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ.
മണവാളനായുള്ളോവേ, തിരുമുമ്പാൽ നിൽക്കുന്ന ബലഹീന രാജ്യങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി തന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാണ് മധുര പരിമളം വീശ്വാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമില്ലാത്ത ഐക്യവിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാനുള്ള ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാർക്കുമോർ ഹോശോ വക്കുല സുബാലവൽമേ. ഈ മോഹങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരുമായും വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഈ മോദ്രങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വനങ്കയാഷ്കാലം നിന്നോട് കൂടി ഉണ്ടായിരുന്നെ കാത്തുകൂടിയും ചെയ്യുമാറായ ശിശിഹാട് അനുഗ്രഹപൂർണ്ണമായ വളർത്തിയ ദൃശ്യമാനെ പരിശുദ്ധ ശ്രീഹന്മാരിൽ നിന്നുപോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് വിവാഹ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മോദം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സൃഷ്ടിയോടും നീ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരുമായും നീ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വബുക്കുലെ ശുഭാനബദ്വി. സഭയുടെ സന്തോഷത്തെ തന്റെ വിഷയമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാദം കഴിഞ്ഞിരിക്കുന്നതായ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാകുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാടിയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്നെ ക്ഷയാലായിരിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ളതായ അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വടിവിൽ ബന്ധമുണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തന്റെ പ്രിയതയ്ക്കും യോഗ്യമായതുള്ളതായ സ്വഭാവത്തിനുവാൻ ദൈവമായ കർത്താവെ സംഖ്യാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കൊള്ളുകയും അന്യോന്യ സ്നേഹിമാനായ സ്നേഹാജ്ഞയുണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുലഭങ്ങളായ സുശാല പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലകരാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സമ്മതി
മനുഷ്യവർഗത്തെ ഉദ്ദേശിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്നവരെ സംരക്ഷിച്ചുകൊണ്ടുമാറാട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ ബലഹീനരും ഭാവികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹ സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുടേതായ സവിശ്വാസത്തെ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാൻ കൃപ ചെയ്യണമേ. ഈ വിരുദിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കർണങ്ങളും വിഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ ശ്രീവായ നിയമങ്ങളെ കൊണ്ടുവാണ്ടി തുടരണമേ. പിതാവും വിശുദ്ധമായുള്ളവേ, എല്ലാവരുടെയും മേൽ നിന്റെ കർണങ്ങൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. സഭയാം തിരുസഭയാം അത്യുന്നതനുടെ മാണവാട്ടി നിങ്ങളുടെ ബുദ്ധിമുട്ടും 50, 60, 100 മിനിറ്റായി അവിടുന്ന് വരെ നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീമാരാകും നിങ്ങളുടെ കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്മാരെ സൈന്യങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ വിവാഹപ്രദാശയുടെ ഒന്നാം ശുശ്രൂഷയായ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ സമാപിച്ചിരിക്കുകയാണ്. ഇനിയും വധൂവരന്മാർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നാഗ്പൂർ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പളും ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനുമായിരിക്കുന്ന വന്ദനായ ഡോക്ടർ വിജേഷ് ഫിലിപ്പച്ചൻ ദൈവദിനത്തിൽ നിന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സഹോദരങ്ങളെ, രവിൻ്റെയും പ്രിയങ്കയുടെയും ജീവിതത്തിലെ വളരെ നിർണായകമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ദൈവതമ്പുരാൻ സ്നേഹത്തോടെ അവരെ പരസ്പരം സംയോജിപ്പിക്കുന്നതിന് നാം സാക്ഷികളാണ്. കോവിഡ് നിയന്ത്രണങ്ങളൊക്കെയുള്ള ലളിതമായ രീതിയിൽ വിവാഹം കൃപയുടെ സമൃദ്ധിക്ക് ഒരു കുറവുമില്ല. ദൈവം വേണ്ടുവോളം കൃപ നിങ്ങൾക്ക് നൽകി ശാശ്വതമായിരിക്കുന്ന ഒരു ബന്ധത്തിൽ നിലനിന്ന ദാമ്പത്യത്തിൽ ശോഭിക്കുവാൻ തക്കവണ്ണം വിളിക്കുകയാണ്. അതിനുള്ള കൂടുതൽ കൃപ പ്രാപിക്കാൻ തക്കവണ്ണം നമുക്കെല്ലാം പ്രാർത്ഥിക്കാം.
നാം എന്നും ചൊല്ലുന്നതായ പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ എന്നത്. ഇത് ഒരു ഐ പ്രയറല്ല, ഒരു വി പ്രയറല്ല. ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ളത് അതിലില്ല. ഞങ്ങൾ, ഞങ്ങളുടെ, ഞങ്ങൾക്കെന്നൊക്കെയുള്ളതേ ഉള്ളൂ. ഞാനും നീയുമൊക്കെ ഒന്ന് മങ്ങി നമ്മളും ഞങ്ങളുമൊക്കെ രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ് വിവാഹ കുദാശ. വിവാഹ ജീവിതത്തിലേക്ക് ശ്രദ്ധേയമാകുന്ന പല സത്യങ്ങളും സന്ദേശങ്ങളും ഇന്നത്തെ പ്രാർത്ഥനകളിൽ പൊതുവെയും ആരാധനയിലൂടെയെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രാർത്ഥനയിലെ ചില സന്ദേശങ്ങളൊന്ന് ചുരുക്കമായിട്ട് ഓർപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തിൽ നാം ചൊല്ലുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണം. ഹാലോഡ് ബി ദൈ നെയിം. അഹന്തയും സെൽഫ് സെൻറ്റേഡ്നെസ്സുമെല്ലാം അതിജീവിച്ച് വിനയത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നിടത്താണല്ലോ ബന്ധങ്ങൾ ശക്തമാകുന്നത്. അതിന് ശക്തമായിരിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രാർത്ഥന. എൻ്റെ നാമമല്ല ദൈവമേ, നിൻ്റെ നാമം മഹത്വപ്പെടണം. സെൻറ്റർ ഓഫ് റിയാലിറ്റി ഞാനല്ല, അങ്ങാണ് എന്ന് ഓർക്കുന്നത് വഴി നമുക്ക് പരസ്പരം അംഗീകരിക്കാനും ആദരിക്കാനും വിനയത്തോടെ ഇടപെടാനുമുള്ളതായ കഴിവ് ശക്തമാവുകയാണ്. അതുപോലെ തന്നെയല്ലേ ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം പറയുന്നതും രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എല്ലാം നിനക്കുള്ളതാണ്, എല്ലാം അവിടുത്തേതാണ്, കൃപയാണ്, ദാനമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചം രൂപപ്പെട്ട് ഇത്രത്തോളം വളർന്ന് നമുക്കും ജീവൻ നൽകി സംരക്ഷിച്ചു നടത്തി എല്ലാം ഓർക്കുമ്പോൾ കൃപ മാത്രമല്ലേ, എല്ലാം ദാനമാണെന്ന് ഓർക്കുന്ന സന്ദർഭത്തിൽ നന്ദിയോടെ ദൈവസ്ഥലത്തിൽ ആരാധന നടത്താൻ മാത്രമല്ല വിനയത്തോടെ പരസ്പരം ആദരിക്കാനും നമുക്ക് സാധ്യമാവുകയാണ്. വിനയപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുകയാണ്. നമ്മളറിയാം, നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരു മീ ഫസ്റ്റ് കൾച്ചർ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എന്നെ കേന്ദ്രീകരിച്ച് മാത്രം എന്നുള്ള ഒരു തലത്തിലാണ് പൊതുവെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞാനല്ല കേന്ദ്രമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു വാചകവും പ്രാർത്ഥനയുമാണ് ഇത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന് ഒരു രോഗത്തിന് ഒരു പുതിയ പേരിട്ട്, നിങ്ങൾ ഡോക്ടർമാരിലിപ്പം കേട്ടിട്ടുണ്ടായിരിക്കാം, സെൽഫൈറ്റീസ് എന്നാണ് അതിൻ്റെ പേര്. അത് കൂടുതൽ സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിന് ഇട്ട ഒരു രോഗമായിട്ട് വർദ്ധിക്കുമ്പോൾ ആ ഒബ്സഷന് കൊടുത്ത പേരാണ് സെൽഫൈറ്റീസ്. അത് 6 എണ്ണമൊക്കെ ഒരു ദിവസം ആകുമ്പോൾ അതിനെ ക്രോണിക് സെൽഫൈറ്റീസ് എന്നൊക്കെ വിളിക്കും. ഞാനൊരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് വലിയൊരു തിന്മയാണെന്ന് പറയാൻ വേണ്ടിയൊന്നുമില്ല, മറിച്ച് ഈ ഒരു സെൽഫി കൾച്ചറിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ ആരോഗ്യവും മാധുര്യവും അതിൻ്റെ സൗന്ദര്യമൊക്കെ ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നല്ല വൈദ്യനോട് ചേർന്ന് നിന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ ഒരു ദർശനം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം നരകമാക്കി കളയുന്ന ചില മനുഷ്യർ ആ കൂടി ഒരു അല്പസമയം ഈ ഭൂമിയിൽ ലഭിക്കുമ്പോൾ എത്ര സ്വർഗമാക്കാവുന്നതായ ദാമ്പത്യങ്ങളെ നരകമാക്കി മാറ്റുന്ന അനുഭവങ്ങൾ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയിലൊരു റിച്ചാർഡ് കാൾസൺ എന്ന് പറഞ്ഞതായ ഒരു വലിയ സൈക്കോളജിസ്റ്റ് ഈ ഹാപ്പിനെസ്സിനെ കുറിച്ചൊക്കെ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റഫ് എന്നാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: സോ മെനി പീപ്പിൾ സ്പെൻഡ് സോ മച്ച് ഓഫ് ദെയർ ടൈം ആൻഡ് എനർജി സ്വെറ്റിംഗ് ദ സ്മോൾ സ്റ്റഫ് that they lose touch with the magic and beauty of life. കൊച്ചു കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് ആവശ്യത്തിലധികം വാശിയോടെ പിടിച്ച് ജീവിതത്തിൻ്റെ സൗന്ദര്യവും മഹത്വവും നഷ്ടപ്പെടുത്തി കളയുന്നതായ മനുഷ്യരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ ദുരഭിമാനം കൂടാതെയുമേ എല്ലാം അവിടുത്തേതാണല്ലോ, കൃപയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിനയത്തോടെ പരസ്പരം ആദരിക്കുവാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഇടപെടാനും കഴിയുന്ന അനുഭവത്തിലാണല്ലോ ദാമ്പത്യ ജീവിതം ശക്തമായിട്ട് തീരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. നിന്റെ തിരുഹിതം സ്വർഗീയ മാലാഖമാർ പൂർണ്ണതയിൽ നിറവേറ്റുന്നത് പോലെ ഭൗമികരായ ഞങ്ങൾക്കും അവിടുത്തെ ഇഷ്ടം അറിഞ്ഞ് അനുസരിക്കാനുള്ള കഴിവും പ്രാപ്തിയും നൽകണമേ എന്നുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതം തിരിച്ചറിയാൻ തക്കവണ്ണം അനേക മാർഗങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മശിയാ തമ്പുരാൻ ഈ ചരിത്രത്തിൽ വന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന സുവിശേഷം തുറന്നെന്നും വായിക്കുക എന്നുള്ളതാണ്.
സുവിശേഷം ധ്യാനിക്കുക, പഠിക്കുക, ഇൻഫർമേഷൻ റവല്യൂഷൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ വിസ്ഡം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. നിന്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സ്നേഹമല്ലേ? കർത്താവ് അതല്ലേ നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കും. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ ചില സന്ദർഭങ്ങൾ ഞങ്ങൾ ഈ അസൈൻമെൻ്റൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ പറയും, നിങ്ങൾ ഓരോരുത്തരും ഈ സ്നേഹത്തിൻ്റെ അധ്യായമൊക്കെ ഒന്ന് വായിച്ചിട്ട് രണ്ടാം പ്രാവശ്യം ആ 1 കൊരിന്ത്യർ 13-ാം അധ്യായം വായിക്കുമ്പോൾ സ്നേഹമെന്നുള്ളിടത്ത് സ്വന്തം പേര് വെച്ച് വായിക്കണം. അപ്പം അങ്ങനെ വരുമ്പം സ്നേഹം ദ്വേഷം കണക്കിടുന്നില്ല. അപ്പം അവിടെ രവിൻ വായിക്കുമ്പോൾ രവിൻ ഡസ് നോട്ട് കീപ് ദ റെക്കോർഡ് ഓഫ് റോങ് ഡൂയിങ്സ് എന്ന് വായിക്കാൻ പറ്റും. അതുപോലെ പ്രിയങ്ക വായിക്കുകയാണ്, ലവ് റിജോയ്സസ് ഇൻ ട്രൂത്ത്, പ്രിയങ്ക റിജോയ്സസ് ഇൻ ട്രൂത്ത്. അല്ലെങ്കിൽ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്നേഹമായി മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ചിലർ കുറേ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ചെറിയൊരു നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ ആ 10-20 വർഷത്തെ ചില റിപ്പോർട്ടൊക്കെ ചില ഓർഗനൈസേഷൻസ് വായിക്കുന്ന പോലെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അത് ആ പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാനും ഡീൽ ചെയ്യാനും കഴിയാതെ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാ ഫയൽസും കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ലവ് ഡസ് നോട്ട് കീപ് ദ റെക്കോർഡ് ഓഫ് റോങ് ഡൂയിങ്സ്. സ്നേഹം ദ്വേഷം കണക്കിടുന്നില്ല, ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. ഇതൊക്കെ പ്രായോഗികമാക്കാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരുന്ന ഒരു അനുഭവമല്ലേ? സന്തോഷകരമായിരിക്കുന്ന അനുഭവം. യേശു ഓർപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കും. ഇനി അടുത്തത് നമ്മൾ ഈ കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. ഇവിടെ കിരീടമായിട്ട് നൽകപ്പെടുന്നത് മാലയോട് ബന്ധിപ്പിച്ച് കുരിശാണ്. മിന്നിൽ പോലും കുരിശാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കുരിശ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഈ ത്യാഗത്തിൻ്റെ, സ്വയം വെറുമയാക്കലിൻ്റെ, മറ്റൊരാൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി സാക്രിഫൈസ് ആയിത്തീരുന്ന, ത്യാഗമായിത്തീരുന്ന മശിഹായുടെ ആ വലിയ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നതല്ലേ? ഇതുപോലെ പരസ്പരം സ്നേഹിക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണം. Forgive us our debts as we have forgiven our debtors. ആ ഡെപ്റ്റെന്നും ഡെപ്റ്ററിനൊക്കെയുള്ള പദപ്രയോഗം എത്ര ശ്രദ്ധേയമാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഷൻ ഇതാണ്. നാം ഒരാളോട് കടം മേടിച്ച് 1000 രൂപ, 800 രൂപ തിരിച്ചു കൊടുത്തു, എന്നാലും ഞാൻ കടക്കാരനാണ്, 200 രൂപയ്ക്ക് വീണ്ടും 100 കൊടുത്തു, എന്നാലും ഞാൻ കടക്കാരനാണ്, 100 രൂപയും കൂടെ കൊടുക്കേണ്ടത്. തരേണ്ടതുപോലെ തന്നു തീർത്തിട്ടില്ലാത്ത ആളാണ് കടക്കാരൻ. ഭർത്താവ് ചിലപ്പോൾ എനിക്ക് തരേണ്ടതുപോലെ സ്നേഹവും ബഹുമാനവും തന്നിട്ടില്ലായിരിക്കാം. ഭാര്യ എന്നെ ഗവനിക്കേണ്ടതുപോലെയും കരുതേണ്ടതുപോലെയും ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കാം. കടക്കാരാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന എന്നും ഇതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ അവസാന ഭാഗത്ത് ഡെലിവർ അസ് ഫ്രം ദി ഈവിൾ വൺ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. നമ്മൾ ഈ കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ വൈറസിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം എന്ത് പ്രതിരോധ മുറകളാണ് എല്ലാവരും എടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ മാസ്ക് വെച്ച് എന്തെല്ലാം പ്രതിരോധങ്ങളാണ്. നിങ്ങളൊക്കെ ആരോഗ്യം സംബന്ധിച്ച് വളരെ അറിവുള്ളവരാണ്. ഈ ദാമ്പത്യത്തിൻ്റെ ആരോഗ്യം, വിവാഹ ജീവിതത്തിൻ്റെ ആ ഹെൽത്ത് തകർക്കുന്നതായ പല രോഗാണുക്കളുണ്ട്. അവയെ നേരിടാനും അവയിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി അവരുടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഈ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ശരിക്കും ഈ കിരീടം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് അതോറിറ്റി, പവറിനെ സൂചിപ്പിക്കുന്ന കൂടിയാണ്. ഇനിയുള്ള ശുശ്രൂഷ അതാണ്. ആ കിരീടമായിട്ട് ലിറ്ററലി തരുന്നില്ല, പക്ഷേ ആ വലിയ കൃപ നൽകുകയാണ്. രാജാവും രാജ്ഞിയും അധികാരം ഉപയോഗിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തക്കവണ്ണം യുദ്ധം ചെയ്ത് ശത്രുക്കളെ ഓടിച്ച് അതിനകത്ത് ആളുകളുടെ ആ വെൽഫെയർ ഉറപ്പാക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ പരസ്പരം ദൈവാശ്രയത്തോടുകൂടി ഈ പറഞ്ഞ വൈറസുകളെയൊക്കെ അതിജീവിച്ച് ദാമ്പത്യത്തിൻ്റെ ആരോഗ്യം, കുടുംബജീവിതത്തിൻ്റെ മഹത്വം നന്നായിട്ട് നിലനിർത്തുവാനും അങ്ങനെ അതൊരു സാക്ഷ്യമായിട്ട് തീരാനായിക്കൊണ്ടേയാകട്ടെ. ഈ വിവാഹദാശയുടെ ആദ്യത്തെ പ്രാർത്ഥനയുടെ ആരംഭ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിങ്ങനെയാണ്: ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നീ മുഖാന്തരവും ആകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷം ഞങ്ങൾക്ക് നൽകണമെന്നാണ്. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം അതിന് നിന്റെ മുഖാന്തരമായിരിക്കുന്നതും എല്ലാം നീയാണ് അതിൻ്റെ സ്രോതസ്.
ആ ദൈവത്തെ മുറുകെ പിടിക്കുക, ആ ദൈവത്തോട് ചേർന്നിരിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന കുടുംബ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അർത്ഥവത്തായി അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെ ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരോട് എല്ലാവരോടും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് കുടുംബജീവിതത്തിലേക്കുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. വിഷ് യു വെരി ബ്ലെസ്സഡ്, ഹാപ്പി, സക്സസ്ഫുൾ മാരീഡ് ലൈഫ്. മേ ഗോഡ് ബ്ലെസ് യു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരുമായി സ്ഥാപനമാറാകണമേ. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഭൗമയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ റബ്ബയുടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദയ ചെയ്തിടണമേ. ഭാരതമോ മിനവോയം നാദാമോയം നീനാമി മിസ്രയോസേത്തിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദയ ചെയ്തിടണമേ. പരസ്പരം ബന്ധിതരായ ദാസരെ നന്മകളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കി നിന്റെ ദാനത്താൽ സന്തോഷിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിൽ നിന്നുള്ള ആനന്ദവരെ നിറയ്ക്കണമേ. പിതാവുമായ സന്തോഷം ഉല്ലാസങ്ങളോടുകൂടെ മകരത്തിന് പാടുകയും സന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓ മോദിക്കട്ടെ പരംനാഥ ഹാലേലൂയ ഹാലേലൂയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭാവവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയ്ക്കുന്ന നാഥന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികളുടെ കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലം ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിനെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകലനേരങ്ങളിലും കാലങ്ങളിലും പെരുന്നാളുകളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഭയന്നുപരച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമാന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവരുടെ നിയമത്തിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാവിന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരെ വസിക്കുന്നവരുമായ നിന്റെ ദാസനെ പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ തങ്ങളിലും ദേവന്റെ തങ്ങളുമേ പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തിരെ നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണിച്ചുവാൻ അവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ്, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രത്വം നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകൾ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങൾ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗീയ രാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വഖുൽ സുബ്ഹാനൽ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നിരിക്കുന്ന കൈക്കൊള്ളപ്പെടുമാറാകട്ടെ.
സുന്ദരി ജാതികളിൻ സൂനു നൃപതിശലോ വിമലസഭേ നിന്നെ നാളിപ്പൂ സഭേ സകലവിധം സുമുഖീ നീ കരതീണ്ടാപ്പോൾ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ വാഴ്ത്തുമാ ശുഭഹോല ബോല പ്രോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ ബന്ധിച്ചവയാണ്യോന്യം മോനും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൽ മഹിമേഴും മണവാട്ടി സമം മധ്യേ മേവുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ കുത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലവെച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത്തെ മേൽ ആസ്വദിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിലുവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളായിരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്റെ വലത്ത് ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി വായിക്കുന്നു. ശ്രീഹായുടെ സ്തുതി നമ്മുടെ ദൈവത്തിന്റെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവ്വദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മശിഹാ സഭയുടെ വരെയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാസഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്.
ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുഷ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആമീനാഹായേ പാലിക്കുമോ. He
എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാകുന്നു. Amen.
ഭവനത്തിൽ സന്നിധിയായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യങ്ങളുമുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരും നാം പ്രാർത്ഥിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവ്വന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുവിന്റെ സിംഹാസനമായ ദൈവമേശയുടെയും ശ്രീമായുടെയും വെളിവുള്ള എവങ്കേലിയോന്റെയും ഈ ജനകൂട്ടത്തിന്റെ മുമ്പാകെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു അറിയാത്തവന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരനും സിംഹാസന്മാരും വിശ്വാസനായ ജനത്തിനും മണവാളിനും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായ അവസരമാറാകട്ടെ. അനുഗ്രഹീതമായ മാതാവും ദൈവജനന്യമായ വിശുദ്ധകന്യമായ നമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ ശിശുക്കളുടെ വലങ്ങൾ എന്നും നിങ്ങളുടെ മേൽ ആവശ്യമാകട്ടെ. വീണ്ടും വിശ്വാസികളെയും കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുമെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും ഓരോരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് നല്ലോണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തമാണെന്ന് വിളിച്ച് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ കീഴ്പ്പെടുത്തുകയും അവളോട് ദയവുള്ളവരായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് ഭക്തനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടന്നിട്ടുള്ളതാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ ഭർത്താവായ ശിശുക്കളുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്ക് നിലകൊള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വലോകമുമ്പേ പിതാവ് ജനിച്ചവരും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദേവനുള്ള സത്യദേവവും ജനിച്ചതും സൃഷ്ടികളാകും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവരും സകലവുമായി മുഖാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധമണിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വളർന്നുവാതിരുന്നവനും ജീവനുള്ളവരെ മനുഷ്യവരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും സംസാരിച്ചതുമായ ജീവൻ വിശുദ്ധമായും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കലും മാത്രമാണ് ഞങ്ങളെ പറഞ്ഞ് മനുഷ്യരുടെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പൊതുജീവൻ
അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധമായ വിവാഹ കൂദാശ പൂർത്തിയായിരിക്കുകയാണ്. പ്രത്യേക കൂദാശയ്ക്ക് നേതൃത്വം വഹിച്ചത് ഓമത്തിലെ OS ക്രിയാക്കോസ് അച്ഛനാണ്. അച്ഛനോടുള്ള എല്ലാ വലിയ സ്നേഹപ്രമാണങ്ങളും വേണ്ടി പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന ഉപദേശങ്ങൾ നൽകിയത് പ്രിയങ്കയുടെ കുടുംബത്തിലുള്ള വന്ദനായ ഡോക്ടർ രജേഷ് ഫിലിപ്പച്ചനാണ്. അച്ഛനോടുള്ള എല്ലാ നന്ദി സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും പ്രത്യേകം അറിയിക്കുകയാണ്. ഈ സമയത്ത് വധൂവരന്മാർക്ക് സത്യവേദ പുസ്തകം ഇടവകയുടേതായ സമ്മാനമായിട്ട് നൽകുകയാണ്. ഇനി രണ്ടുപേരും നേർച്ചയിട്ട് മുന്നോട്ട് കടന്നു വന്ന് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുക. വധുവിൻ്റെയും വരൻ്റെയും ഭാഗത്തു നിന്ന് രണ്ട് സാക്ഷികൾ കൂടെ മുന്നോട്ട് കടന്നു വന്ന് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.
സ്വർഗീയ പിതാവേ നിൻ സുതർമ്മങ്ങൾ സന്നിധിയണയോ മംഗളനീരം കനിയണമേ.